നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, ഞാനിന്ന് ലേറ്റാണ് റീഡിങ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും 31 ലാസ്റ്റ് അവസാനിക്കല്ലേ. ഓക്കെ, ഞാനിതിപ്പോൾ തന്നെ വേഗം റീഡിങ് ചെയ്തിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാനാണ്. ഈ വർഷം നിങ്ങൾക്ക് കടന്നു പോയത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഓക്കെ, ആദ്യം നമുക്കൊന്ന് പുറകോട്ട് നോക്കാം. എന്തൊക്കെയായിരുന്നു സംഭവങ്ങൾ എന്നൊരു വിധം നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ഒരു വർഷത്തിൽ, ആൻഡ് മുന്നോട്ട് എന്തായിരിക്കണം എന്നുള്ളതും ഇടാം. ഓക്കെ, മുന്നോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടൊരു ഗൈഡൻസ്, അഡ്വൈസ് നമുക്ക് യൂണിവേഴ്സിന് എടുക്കാം. ഓക്കെ, ആദ്യം പാസ്റ്റ് എന്ന് തുടങ്ങാം. ഓക്കെ, ഞാൻ ഇതൊരു ഒറക്കിൾസ് മാത്രം വെച്ചുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, ആദ്യം പാസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. കോംപ്രമൈസ്, പേഷ്യൻസ്, ഓക്കെ, ഫ്ലവറിങ്, ദ മാസ്റ്റർ, ലോൺനെസ്, answers, friendship, transformation and trust. ആക്ച്വലി എല്ലാം പോസിറ്റീവ് നോക്കാം. ഇവിടെ എനിക്ക് കാണുന്നത്, ഓക്കെ, നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിൻ്റെ കാര്യം വരുന്നതാണെന്നു എൻ്റെ പ്രതീക്ഷ കേട്ടോ. സത്യം പറഞ്ഞതായിരുന്നു. ഞാൻ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, നമ്മൾ അനുഭവിച്ച ആ വിഷമം, ഈ വിഷമം, സങ്കടം, അങ്ങനെയൊക്കെ കാണുന്ന വിചാരിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ച പാഠങ്ങളാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ പഠിച്ചത് കോംപ്രമൈസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കോംപ്രമൈസ് എങ്ങനെ നമ്മൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ നമ്മളൊരു കോംപ്രമൈസിൽ പോകണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ചിലതൊക്കെ നമ്മൾ മാറ്റിവെക്കുക, ചിലതൊക്കെ കണ്ടില്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുക. അതൊക്കെ നിങ്ങൾ പഠിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എവിടെ മേ ബി നിങ്ങൾ ഓവർ കോംപ്രമൈസ് ചെയ്തു എന്ന രീതിക്കുമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി, അങ്ങനെയും ആവാം. ഓക്കെ, മറ്റുള്ളവർ ബിക്കോസ് നിങ്ങൾ സ്നേഹത്തിന് പ്രയോറിറ്റി കൊടുത്തു, നിങ്ങൾ ബന്ധങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ പോലും ചിലപ്പോൾ അവിടെ നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്ത് നിന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. പേഷ്യൻസ് പഠിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ക്ഷമ വെച്ചിട്ടുണ്ട് ഒരുപാട്. ഈ ഒരു വർഷത്തിൽ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ക്ഷമ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമ വെച്ചു, രണ്ടും ആവാം. ഓക്കെ, എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് മാത്രമല്ല, ഓരോ കാര്യങ്ങളും സിറ്റുവേഷൻസും വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ, ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. വളരെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോഴും നമ്മുടെ ക്ഷമയില്ലാതെ നമ്മൾ പെട്ടെന്ന് അപ്സെറ്റ് ആവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവും അല്ലേ. അപ്പോൾ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാൻ, ഒരു ശ്രദ്ധയോടെ ഒക്കെ ചെയ്യാൻ, എന്ന് മാത്രമല്ല മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾ പഠിച്ച പോലെയാണ്. കോംപ്രമൈസും പേഷ്യൻസും ഒക്കെ ഒരുപോലെയാണ്. സോ നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് ക്ഷമ പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളെ നമ്മളിത് പറയാറുണ്ട്, ചിലർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ വേണം, ഒരുപാട് നിങ്ങൾക്ക് വേദനകൾ കിട്ടുമ്പോൾ ശരിക്കും നമ്മൾ ക്ഷമിക്കാൻ പഠിച്ച് അവസാനം നിങ്ങൾ ക്ഷമ പഠിക്കും. ഓക്കെ, നല്ലോണം ഭൂമിയോളം താഴെ, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ താഴ് കാണാം ഇതുവരെ. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്ലവറിങ് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഈ ഒരു നിങ്ങൾ കോംപ്രമൈസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവിടെ, ഓക്കെ, അതിന് മുമ്പ് പറയാം, അലോൺനെസ് കണ്ടു. അലോൺനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തനിച്ചായ പോലെ ലേശം തോന്നിക്കാണും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഈ കോംപ്രമൈസ് ഒക്കെ ചെയ്തു, ശരിയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു, ക്ഷമ വെച്ചു, എല്ലാം ഓക്കെ. പക്ഷേ എവിടെയോ നിങ്ങളൊന്ന് തനിച്ചായി പോയ പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ കൂടെയുള്ള ചിലവർ വിട്ടുപോയി കാണാം. കുറേ പേര് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല വ്യക്തികളും നിങ്ങളെ വിട്ടുപോയി കാണും. പല സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെ മാറി നിങ്ങളൊന്ന് അല്പം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങളൊന്ന് മേ ബി നിങ്ങൾ സ്വയം ചൂസ് ചെയ്തായിരിക്കാം. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ച് കാണാം, ഞാൻ തനിച്ചിരിക്കുന്നതാണ് നല്ലത്, അതായിരിക്കും എനിക്ക് ബെറ്റർ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ച് കാണാം. ഇത് നമ്മൾ ഹെർമിറ്റ് കാർഡ് പോലെയാണ്. സോ നിങ്ങളിലേക്ക് തിരിയുന്ന പോലെയാണ്. ഓക്കെ, ബാക്കി യെസ്, പുറമേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം എവിടെയോ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ആൻഡ് നിങ്ങളൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, കാര്യങ്ങൾ നിങ്ങൾ അവനവനിലേക്ക് തിരിയുന്ന പോലെ, ഓക്കെ, കുറേ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ തനിച്ചായി പോകുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള ചിലപ്പോൾ നിങ്ങളെ കുറേ പേര് വിട്ടുപോയി കാണും.
കാണാം. പക്ഷേ ഐ തിങ്ക് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലാതെ ഒരിക്കലും അത് നിങ്ങൾക്കൊരു മോശമല്ല. ബിക്കോസ് ആ തനിച്ചാവുമ്പോഴാണ് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്, ഇവിടെ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ആൻഡ് ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒരു മാറ്റം, നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്ന രീതിക്കാണ്. ഇവിടെ ഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നു, കുറച്ച് പേർക്ക് ഇവിടെ പ്രഗ്നൻസി അങ്ങനത്തെ. ആക്ച്വലി 2-3 കാർഡ്സ് ഇവിടെ എനിക്ക് എവിടെയോ ഈ കാർഡും ഒക്കെ ഒരു പ്രഗ്നൻസിയുടെ ഒരു ഇത് ഫീലിംഗ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പ്രഗ്നൻസി കാര്യങ്ങൾ, ഫാമിലി, നിങ്ങളുടെ എന്താ ഒരു പേഴ്സൺ ഒരു ചൈൽഡ് ബർത്ത് എന്ന രീതിക്കൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തന്നെ ഒന്ന് ഗ്രോ ചെയ്യുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ആ ഒരു ഇതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അല്ലേ. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു, മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തു. പക്ഷേ ഐ തിങ്ക് അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയതായിട്ടില്ല, ഇനി എൻ്റെ ലൈഫിലേക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ പോലൊരു ഫീലിംഗ് ആണ്. സോ നിങ്ങൾ തന്നെ ഒന്ന് ഗ്രോ ചെയ്യാൻ ഒരു മനസ്സ്, ഒന്നാമത്തെ കാര്യം സമാധാനമായി തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ പറയില്ലേ, ഒരുപാട് ക്ഷമിക്കുന്ന കാര്യം മാത്രമല്ല, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ പലതും സറണ്ടർ ചെയ്യുകയാണ്, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുകയാണ് നമ്മൾ. എന്നാൽ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ കുറേ സമാധാനവും പീസും ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കാൻ തുടങ്ങും. ആൻസേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ, ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവാം. ഓക്കെ, അതിനൊക്കെ ഒരു ആൻസർ ശരിക്കും നമ്മൾ അവനവനേക്ക് നോക്കുമ്പോഴാണ് കിട്ടുക. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആൻസർ, ആക്ച്വലി 2 കാർഡ് സെയിം ആണല്ലേ, 2 ഡെക്കാണ്, പക്ഷെ നോക്കൂ, ഓക്കെ, ഇത് യൂണിവേഴ്സിനായിട്ട് നമുക്ക് കണക്കാക്കാം. സോ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി കിട്ടും എന്ന രീതിക്കും പറയാം. ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് നമ്മൾ സ്വയം ചിന്തിച്ച് കുറേ നമ്മൾ അനുഭവിക്കുമ്പോൾ, കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി കണ്ടൊക്കെ പഠിക്കുമ്പോൾ അത് നമ്മുടെ ആൻസേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും. ഞാനിവിടെ ആനിമൽസ് കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഏഞ്ചൽ സൈൻസ് കാണുക, ആനിമൽസ് കാണുക, പെറ്റ്സ്, ഐ മീൻ എന്തെങ്കിലുമൊക്കെ റിപ്പീറ്റഡ് സൈൻസ് കാണുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമൽ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും, ഏതെങ്കിലും ഒരു ആനിമലുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇവിടെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പെറ്റ് വന്നു കാണാം. ഈ ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ വന്നു, അത് പോയിൻ്റാണ്. സോറി, എനിക്ക് എൻ്റെ കുട്ടീന്ന് തന്നെ ഞാൻ വിളിക്കുക, എൻ്റെ 3ാമത്തെ മോൻ എന്നാണ് ഞാൻ വിളിക്കുക. മോൻ്റെ ഫോട്ടോ ഞാൻ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. അങ്ങനെ ഒരാൾ വന്നു എൻ്റെ ലൈഫിൽ. സോ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഓക്കെ, നമ്മൾ പലതും ശരിക്കും അൺകണ്ടീഷണൽ ലവ് പഠിക്കണമെങ്കിൽ നമ്മൾ അനിമൽസിൻ്റെ അടുത്ത് പഠിക്കണം എന്നാണ് പറയുക, പെറ്റ്സിൻ്റെ അടുത്ത് പഠിക്കണം പറയുക. കാരണം നിങ്ങൾ അവർക്ക് ഒത്തിരി സ്നേഹം കൊടുത്താൽ മതി, അവർ ജീവൻ്റെ ഇതിനും എന്താ പറയുക, അവരത്രയും നമുക്ക് തിരിച്ച് ആ സ്നേഹം തരും. അവർക്കൊന്നും വേണ്ട, വേറൊന്നും അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് ശരിക്കും നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു പെറ്റ് നിങ്ങൾ വളർത്തി നോക്കണം. എനിവേ, എല്ലാവർക്കും സാധിക്കില്ല, എനിക്കറിയാം, എനിക്ക് തന്നെ നല്ല പേടിയായിരുന്നു. ബട്ട് എനിവേ, അങ്ങനെ ഉള്ള ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി പെറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെറ്റ്സ് വല്ലതും ചിലപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കാണാം, നിങ്ങൾക്ക് അനിമൽസിനോടൊരു അടുപ്പം തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. ബേർഡ്സും ആവാട്ടോ, പക്ഷികൾ, ബട്ടർഫ്ലൈ, എന്തും ആവാം. ഓക്കെ, ഈവൻ മീൻ വളർത്തലോ എന്തും ചെറിയ കാര്യവും ആവാം. സോ അങ്ങനെ പെറ്റ്സുമായിട്ടൊരു കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾ ഫോം ചെയ്ത് കാണും. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് കാണുന്നുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവും ഇപ്പോഴും. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്ഷിപ്സ് ചിലത് നിങ്ങളെ വിട്ടുപോയി, ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കാണും. പക്ഷേ അവർ പോയവർ അതൊരിക്കലും അത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് ജേണിയിലുള്ളവരല്ല, അതുകൊണ്ടാണ് അത് പോയത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വിഷമമൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്നൊന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ളവർ ഇനി മുന്നോട്ട് നിങ്ങളുടെ ഒരു ട്രൈബായിട്ട്, നിങ്ങളുടെ ഒരു സോൾ കണക്ഷനായിട്ട് മുന്നോട്ട് ഉണ്ടാവുന്നവർ ഇപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, അല്ലാത്തവർ വിട്ടുപോയവർ, അത് നിങ്ങളുടെ കൂടെ ഇനി അവർ സോൾ ജേണി അവരുടെ വേറെയാണ്, നിങ്ങളുടെ സോൾ ജേണി വേറെയാണ്. സോ അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എത്ര ക്ലോസ് ബന്ധമായാലും നിങ്ങളുടെ അടുത്ത് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവർ നിങ്ങളുടെ സോൾ ഗ്രോത്തിന് നിങ്ങളുടെ കൂടെ ഇനി മുന്നോട്ട് പറ്റില്ല. അങ്ങനെയുള്ളവരാണ് മാറിപ്പോകുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു തെറ്റൊന്നുമല്ല, അത് യൂണിവേഴ്സായിട്ട് ചിലത് നമ്മുടെ ലൈഫിൽ നിന്ന് അകറ്റുന്നതാണ്. ഇത് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്ഷിപ്സ് നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഫ്രണ്ട്ഷിപ്സ് നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ബിക്കോസ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. നിങ്ങളുടെ സോൾ ജേണിക്ക് വേണ്ടത്, നിങ്ങളുടെ സോളിന് ആവശ്യമുള്ളത്, നിങ്ങളുടെ മുന്നോട്ട് ജീവിതം, നമ്മൾ സോൾ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം, ഈ ഒരു ബോഡിയെ നിങ്ങൾ കണ്ട നിങ്ങളുടെ സോള്, ആ സോളിൻ്റെ ഗ്രോത്തിനുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും. ട്രാൻസ്ഫോർമേഷൻ, യെസ്, നിങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്, നിങ്ങളിൽ ചേഞ്ചസ് വരികയാണ് എന്നാണ്. ഈ ഒരു വർഷം നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ തന്നെ ചേഞ്ചസ് ആയി തുടങ്ങിയിട്ടുണ്ട്, ജീവിതം തന്നെ മാറാൻ തുടങ്ങി. നിങ്ങൾക്ക് പലതും ഫീൽ ചെയ്യും, ഇത് പണ്ടത്തെ പോലെ അല്ലല്ലോ, കഴിഞ്ഞ ഒരു 2 കൊല്ലം മുമ്പെടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ 1 വർഷം മുമ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ആയിരുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തി ആയിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇഷ്ടമില്ലാതെ ആയിട്ടുണ്ടാവും. ഓക്കെ, മുമ്പ് നമ്മൾ എപ്പോഴും സിനിമ കാണുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാറി
കാണും. ഇപ്പം നിങ്ങൾക്ക് അതിലൊന്നും ആയിരിക്കില്ല ശ്രദ്ധ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും താല്പര്യം. നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. മാറ്റങ്ങൾ നിങ്ങളിലുണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ്, നിങ്ങൾ യൂണിവേഴ്സിനെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, യൂണിവേഴ്സ് എന്താണ്, നമ്മളെങ്ങനെയാണ് സറണ്ടർ ചെയ്യുക, എന്താണ് ഈ സറണ്ടറിങ്, അല്ലെങ്കിൽ എന്താണ് ട്രസ്റ്റ്, എങ്ങനെയാണ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ദൈവം എന്നൊരു കാര്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് ഭഗവാനെ ട്രസ്റ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് എത്രത്തോളം നമ്മൾ ഫെയ്ത്ത് വയ്ക്കുക, വിശ്വാസം വയ്ക്കുക. ഒരു കോട്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ രണ്ടിലൊന്നേ എപ്പോഴും നിലനിൽക്കുള്ളൂ. ഒന്നുമില്ലെങ്കിൽ പേടി അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന രീതിയിൽ, ഫെയ്ത്ത് അല്ലെങ്കിൽ ഫിയർ എന്നാണ് പറയുക. അപ്പോൾ അതിൽ യൂണിവേഴ്സിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പേടികൾ ഉണ്ടാവില്ല. കാരണം എന്താ, എന്തും യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എനിക്ക് നല്ലതേ നടക്കൂ എന്നുള്ള ആ ഒരു വിശ്വാസം, ഭഗവാൻ എന്നെ കൈവിടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എന്ത് പ്രോബ്ലം വന്നാലും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ പേടികൾ പോകും. ഓക്കെ, അല്ല പേടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസം കൂടി വെക്കൂ, ട്രസ്റ്റ് കൂടി വെക്കൂ യൂണിവേഴ്സിൽ. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. ഞാനിത് എന്ത് റീഡിങ് വരുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. സോ ഈ ഒരു 2025 പോകുന്ന പോക്കിൽ നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത് നോക്കാം. ഞാനിത് നാളേക്കായിരിക്കും ഈ റീഡിങ് വരിക എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ തിരിഞ്ഞു പോയി അതൊന്ന്. എനിവേ, നന്നായി പോട്ടെ. വാട്ട് എവർ കംസ്, യൂണിവേഴ്സ് ഞങ്ങൾക്ക് എത്തിക്കാനുള്ള മെസ്സേജസ് എന്ത് തന്നെ ആയാലും. ഓക്കെ, ഈ 2025 ലൈറ്റ്, solar plexus chakra, rest and rejuvenate, അറിയില്ല, ഒരുപാട് നീട്ടുന്നില്ല. മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ് ആൻഡ് ഷാഡോ. ഓക്കെ, പവർ, വാവ്, ബ്യൂട്ടിഫുൾ. ഹോപ്പ്, അതും 8 ആണ്, നമ്പർ 8 ആണ്. ന്യൂ ബിഗിനിങ്സ്. ഇതുകൂടെ എടുക്കാതിരിക്കാൻ മനസ്സ് വരുന്നില്ല, അടുത്തേക്കാം. എല്ലാം അത്രയും നല്ല കാർഡ്സ് ആയതുകൊണ്ട് എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല. മതി, എല്ലാം നല്ലതാണ്, പോട്ടെ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ കാണുന്നത് ലൈറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷ, ഹോപ്പ്, ലൈറ്റും ഹോപ്പും ഒക്കെ ഒന്നുപോലെ ഒരേപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഷൈൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷകൾ വരുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ ഇവിടെ 3 യെല്ലോ കളറാണ്. എൻ്റെ ഇത് സോളാർ പ്ലെക്സസ് ചക്രയാണ്. സോളാർ പ്ലെക്സസ് ചക്ര നമ്മുടെ കോൺഫിഡൻസിൻ്റെയാണ്. ഓക്കെ, നമുക്കൊരു കറേജ്, ധൈര്യം, കോൺഫിഡൻസ്, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് വരിക, ഹാപ്പിനെസ് ഫീൽ ചെയ്യുക, അതൊക്കെയാണ് കാണിക്കുന്നത്. ജോയ്, സന്തോഷം എന്ന രീതിക്കൊക്കെയാണ് പറയുക. സോ ഇവിടെ ആ ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുക ഈ ഒരു വർഷം, അല്ലെങ്കിൽ വരാൻ തുടങ്ങും. ഓക്കെ, 26 അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതെല്ലാം വരാൻ തുടങ്ങണം. ഓക്കെ, നിങ്ങളത് തീരുമാനിക്കൂ, ഇല്ല എനിക്ക് വേണം. ഈ റീഡിംഗ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക, നോ എനിക്കിതാവണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇതല്ല എന്നുണ്ടെങ്കിൽ, അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയല്ല. ഷാഡോ സൈഡ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് മാറ്റാനുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ സ്ട്രെസ്സ്, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും, നിങ്ങൾ നിൽക്കുന്ന ടോക്സിക് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ മാറ്റിയെടുക്കാനുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ പേടികളാണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയും ഒരു ഭാഗത്ത് ഡാർക്കാണ്, ഒരു ഭാഗത്ത് ലൈറ്റാണ്. ആ ഡാർക്ക്നെസ് എന്ന ലൈറ്റിലേക്ക് വരാൻ നിങ്ങൾ വേണം ചൂസ് ചെയ്യാൻ. എൻ്റെ പേടികളെ ഞാൻ മാറ്റിയെടുക്കും, എൻ്റെ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്യും, എനിക്ക് കഴിവുണ്ട്, ഞാനൊരു നമ്മൾ മറ്റുള്ളവരെക്കാൾ മേലെ എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയല്ല, നിങ്ങൾ എന്താണോ അത് ബെസ്റ്റാണ്. ഓക്കെ, അത് മതി എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച്, എൻ്റെ ശരിയാണ്, കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, പക്ഷേ എൻ്റെ കഴിവുകളും ഉണ്ട് അല്ലേ, ആ കഴിവുകളെ നിങ്ങൾ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നികത്താൻ സാധിക്കും, നിങ്ങൾക്ക് അതിനെ ബെറ്റർ ആക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എനിവേ ഇവിടെ നിങ്ങളുടെ ഷാഡോ സൈഡ് നിങ്ങൾ ഹീൽ ചെയ്ത് വരണം എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ആക്ച്വലി ഇവിടെ നോക്കൂ, ഇത് ഈ 3 കാർഡ്സ് നമുക്കൊരു ലൈറ്റിൻ്റെ ഒരു ഫീലിംഗ് തരുന്നുണ്ട് അല്ലേ. സോ നിങ്ങളോട് പറയുന്നത് ആ ഡാർക്ക്നെസ് നിങ്ങളുടെ ഉള്ളിലുള്ളത് മാറ്റിയെടുക്കുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നിങ്ങൾ ആക്ച്വലി സോളാർ പ്ലെക്സസ് ചക്ര, ഇതൊക്കെ നിങ്ങൾക്ക് ചക്ര ബാലൻസിങ് ഒക്കെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യൂ, വളരെ നല്ലതാണ്. ഹോപ്പ്, പ്രതീക്ഷയൊന്നും ഒരിക്കലും കൈവിടരുത്. നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾക്ക് ഈവൻ ഇതിവിടെ നമ്മൾ ഒരു പേഴ്സൺ പാട്ട് പാടുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ മേ ബി ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെ എന്ന് എടുക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും, നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ നിങ്ങൾ മടിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ യൂസ് ചെയ്യൂ ആദ്യം. ഓക്കെ, പേടികൾ, ഫിയേഴ്സ് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ഇനി അനുവദിക്കരുത്. ഓക്കെ, ആൻഡ് ഇവിടെ റെസ്റ്റ് ആൻഡ് റിജുവനേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ സ്ട്രെസ് ആവുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗിവ് അപ്പ് ചെയ്യലല്ല. ഓക്കെ, ഒരല്പം ബ്രേക്ക് എടുക്കൂ, റെസ്റ്റ് എടുക്കൂ. ഓക്കെ,
റെസ്റ്റ് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. എൻ്റെ ഇവിടെ മെഡിറ്റേഷൻ പോലെയാണ് കാണുന്നത്. സോ അഗൈൻ മെഡിറ്റേഷൻ, പ്രേയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ചക്ര ബാലൻസിങ് മെഡിറ്റേഷനൊക്കെ പഠിക്കുക. ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇവിടെ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരുന്ന രീതിക്കാണ്. അഗൈൻ ഇതെല്ലാം കോൺഫിഡൻസും അതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഒരു പവർ തിരിച്ചറിയും. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾ ആയി മാറണം. അപ്പോൾ നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്. ഓക്കെ, ഒരു തീരുമാനങ്ങൾ എടുക്കാൻ. ഓക്കെ, നമുക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ മുമ്പിൽ ഏതിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തിനാണ് നിങ്ങൾ സമയം കൊടുക്കേണ്ടത്, എന്താണ് നിങ്ങൾ മെയിൻ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുക. അതിനനുസരിച്ചിട്ട് അതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങാം. കുറച്ച് പേർക്ക് ഇവിടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരും എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അതിന് വേണ്ടി പക്ഷേ എന്താണ്, നിങ്ങൾക്ക് ആദ്യം കോൺഫിഡൻസ് വേണം. ഓക്കെ, എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ആൻഡ് ഇവിടെ അഗൈൻ ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. സോ ന്യൂ ബിഗിനിങ്, നമ്മുടെ ന്യൂ ഇയർ വരുന്നു, ന്യൂ ബിഗിനിങ് വരുന്നു. ഓക്കെ, നിങ്ങൾ ഇത് വരും എന്നല്ല, നിങ്ങൾ വരുത്തിയെടുക്കാം, നിങ്ങളാക്കിയെടുക്കുക. അങ്ങനെ ഓക്കെ, ഇന്ന് തൊട്ട് ഇതിന് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയാം. എഴുതാം. ഓക്കെ, ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, നിങ്ങളുടെ വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ ഇന്ന് എഴുതാം. ഇന്നത്തെ ദിവസം അത് ചെയ്യൂ. ഓക്കെ, ഇന്ന് ഇപ്പോൾ രാത്രി നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടോ എപ്പോഴായാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒരു ക്യാൻഡിൽ കൊളുത്തി വയ്ക്കുക പറ്റിയാൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക, ക്യാൻഡിൽ കൊളുത്തി വയ്ക്കുക. നിങ്ങൾ ആ സ്ഥലത്ത് ഇരിക്കുക, കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക, ഒന്ന് ദീർഘശ്വാസങ്ങൾ എടുക്കാം. ഓക്കെ, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക, ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം മനസ്സൊന്ന് ശാന്തമായി എന്ന് തോന്നുമ്പോൾ, മനസ്സിൽ തോട്ട്സൊക്കെ വരും, അതൊക്കെ അവിടെ വന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളൊരു പേപ്പറോ ബുക്കോ വെച്ചിട്ട് പേപ്പർ വെച്ച് നിങ്ങൾ എഴുതാം. ഓക്കെ, നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, എനിക്ക് ആ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം ഉണ്ട്, എന്നെ അവർ വേദനിപ്പിച്ചു, ഇവർ വേദനിപ്പിച്ചു, എൻ്റെ ജോലി ശരിയായില്ല, എൻ്റെ ഫൈനാൻഷ്യലി ഞാൻ സ്റ്റക്കാണ്, എന്ത് തന്നെ ആയാലും ശരി, വീട്ടുകാരത് പറഞ്ഞു, ഇത് പറഞ്ഞു, വോട്ടെവർ, എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതൊക്കെ നിങ്ങൾ എഴുതും. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്നു അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. ഇതൊന്നും റൂൾസും ഇതൊന്നും വെച്ചിട്ടല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം മനസ്സിൽ വരുന്ന പോലെ നിങ്ങൾ ചെയ്യൂ. ഓക്കെ, അല്ലാതെ അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ, അതുകൊണ്ട് അതിൽ തന്നെ ഇങ്ങനെ എക്സാക്റ്റ് ഇങ്ങനെ എഴുതണോ, അങ്ങനെ എഴുതണോ, ഏത് കളർ ഒന്നും ചിന്തിക്കല്ലേ പ്ലീസ്. ഓക്കെ, എന്ത് കളറോ നിങ്ങൾ എന്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റൂൾസും റെഗുലേഷനൊക്കെ ആലോചിക്കാൻ കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറില്ല, എൻ്റെ കയ്യിൽ റെഡ് കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അല്ലേ. സോ ഇപ്പോൾ തൽക്കാലം കാര്യം നടക്കട്ടെ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു പെന്നും പേപ്പറും എടുക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇരുന്ന് എഴുതുക നിങ്ങൾ. അതിനുശേഷം ഓക്കെ, ആ എഴുതിയ ലെറ്റർ ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് ലാസ്റ്റിൽ എല്ലാം എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ അവസാനത്തെ ഒരു വരി നിങ്ങൾ ആഡ് ചെയ്യുക. അത് മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവസാനത്തെ വരി നിങ്ങൾ എഴുതുക, യൂണിവേഴ്സിന് പറയുന്ന പോലെ എൻ്റെ ഈ വിഷമങ്ങൾ, എൻ്റെ ഈ സങ്കടങ്ങൾ, എൻ്റെ എല്ലാം ഞാൻ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു. ഓക്കെ, ഞാനിത് റിലീസ് ചെയ്യുന്നു, എൻ്റെ മനസ്സിൽ നിന്ന് ഞാനിതെല്ലാം റിലീസ് ചെയ്യുന്നു, എൻ്റെ മനസ്സിൽ നിന്ന് ഞാനിതെല്ലാം എടുത്തു മാറ്റുന്നു. ഇനി മുന്നോട്ട് എനിക്കറിയാം എനിക്ക് നല്ലതേ വരുള്ളൂ എന്നെനിക്കറിയാം, അത്രയും ഉറപ്പാണ് എനിക്ക്. ഓക്കെ, എൻ്റെ ഈ വിഷമങ്ങൾ, സങ്കടങ്ങൾ ഞാൻ യൂണിവേഴ്സിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ, ഇതിനൊക്കെ ഒരു നല്ല തിരിച്ചെനിക്ക് വേറെ നല്ല ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഞാനിതെല്ലാം എൻ്റെ മനസ്സിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ പേടികൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സ്ട്രെസ്സ്, നിങ്ങളുടെ പേടികളും എഴുതാം. ഓക്കെ, എനിക്ക് പേടിയാണ്, എന്നിട്ട് ഞാനിത് ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ എന്നെനിക്ക് പേടിയുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് നടന്നില്ലെങ്കിലോ എന്നെനിക്ക് പേടിയുണ്ട്, എല്ലാം എഴുതാം. അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ എന്നെ വിട്ടുപോകുമോ, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇതെല്ലാം എൻ്റെ പേടിയാണ്, അത് നിങ്ങളുടെ പേടിയാണ്. ഓക്കെ, അങ്ങനെ തന്നെ എഴുതൂ അതെല്ലാം. ഞാൻ പറയും, എന്നിട്ട് മനസ്സിലാവും, ലാസ്റ്റ് പറയൂ, ഞാൻ ഇതെല്ലാം റിലീസ് ചെയ്ത് വിടുന്നു എന്ന് പറയാം. ആൻഡ് ഞാൻ നല്ല ബ്ലെസ്സിങ് മാത്രം ഞാൻ സ്വീകരിക്കുന്നു, തിരിച്ച് എനിക്ക് നല്ല ബ്ലെസ്സിങ് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഞാൻ യൂണിവേഴ്സിലേക്ക് വിട്ടായിരുന്നു. ഭഗവാൻ, നിങ്ങൾ യൂണിവേഴ്സ് നന്നായി എഴുതേണ്ട, ഭഗവാനെ എഴുതിക്കോളൂ. നിങ്ങൾ ഇഷ്ടമുള്ള ദൈവത്തിനുണ്ടെങ്കിൽ ദൈവത്തിനെ വിളിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ എഴുതാം. അതിനുശേഷം താങ്ക് യു ദൈവമേ, താങ്ക് യു യൂണിവേഴ്സ് എന്നെഴുതാൻ മറക്കരുത് ലാസ്റ്റ്. ഓക്കെ, ഓൾറെഡി നമുക്ക് ബ്ലെസ്സിങ് കിട്ടി എന്ന രീതിക്ക് തന്നെ നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ മനസ്സിൽ നിന്നെല്ലാം ഞാൻ എഴുതി, പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞു അല്ലേ. പേപ്പറിൽ എഴുതി ഞാൻ അവിടെ കൊടുക്കുകയാണ്, യൂണിവേഴ്സിനെ കൊടുക്കുകയാണ്, ഒരു ലെറ്റർ കൊടുക്കുകയാണ്. ആ യൂണിവേഴ്സ് അതിനെ സ്വീകരിച്ച് നമുക്ക് തിരിച്ച് അതിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് തരും എന്ന് വിശ്വസിക്കുക. അതിനെ കത്തിച്ച് കളയാം. അതിന് ശേഷം ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി അതിനെ കത്തിച്ച് കളയുക. ചോദിക്കേണ്ട എന്താ ചെയ്യേണ്ടത്, ഇതിനെ കത്തിച്ചിട്ട് എന്താ, കത്തിച്ച് പറത്തി വിടും, കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ സപ്പോസ് ഫ്ലാറ്റിലാണ്, വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കത്തിച്ചിട്ട് അതിൻ്റെ ചാരം ഫ്ലഷ് ചെയ്ത് വിട്. പുറത്ത് പറക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്ത് വിട്ടേക്കൂ. ഓക്കെ, ട്രാഷിൽ കളഞ്ഞേക്കൂ, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ അല്ലെങ്കിൽ പേപ്പർ വെറുതെ കീറി ചെറിയ പീസാക്കുക. എന്നിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ചുരുട്ടിക്കൂട്ടി, ഇല്ല ഞാൻ കളയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് കളയാം, അങ്ങനെയും കളയാം.
കത്തിച്ച് വിടുന്നതിനൊരു സ്പെഷ്യൽ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും കത്തിക്കൽ പറയുന്നത്, ബേണിങ് ചെയ്യൽ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ കീറി കളയാം. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിൽ വെക്കണ്ട. പ്രശ്നങ്ങൾ, പ്രോബ്ലംസൊക്കെയാണ്. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ബ്ലെസ്സിങ്സ് എഴുതും. ഓക്കെ, നാളെ രാവിലെ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വേണ്ടത് അത് നിങ്ങൾ എഴുതും 1-ാം തീയതി. ഓക്കെ, നിങ്ങൾ നല്ല ബ്ലെസ്സിങ് മാത്രം ഓർക്കുക. ഈ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞു അല്ലേ, നമ്മൾ എഴുതി കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു, യൂണിവേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു, ഭഗവാന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി മൂപ്പര് നോക്കട്ടെ, ദൈവം നോക്കട്ടെ. ഓക്കെ, ആരായാലും ദേവിയായാലും ശരി, ആരായാലും ശരി, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് വെച്ചാൽ അവർ നോക്കട്ടെ ഇനി. ഓക്കെ, ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിനി ഓക്കെ, ഞാൻ ഇനി നാളെ തൊട്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു, എനിക്കത് എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് വിടാൻ പഠിക്കൂ. അത്രത്തോളം ആ ദൈവത്തിലേക്ക് അടുക്കൂ നിങ്ങൾ. ഓക്കെ, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് അഗൈൻ ബ്ലെസ്സിങ്സ് കാര്യങ്ങളൊക്കെ എഴുതാം. ഞാൻ നോക്കട്ടെ, പറ്റിയാൽ പഴയ വീഡിയോ ആയാലും ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, മുമ്പ് മേ ബി ഇട്ടിട്ടുണ്ടാവും ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റിച്വൽ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് ഇല്ലെങ്കിൽ പഴയതായിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ, എല്ലാവർക്കും നല്ല ബ്ലെസ്സിങ് വരട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ സങ്കടങ്ങളും ഇതെല്ലാം നമുക്ക് മറന്ന് ഒരു നല്ല സമാധാനമായിട്ട് ഉറങ്ങുക, എല്ലാവരും പീസ്ഫുള്ളായിട്ട് ഉറങ്ങുക. ടുമോറോ ഇസ് എ ന്യൂ ഡേ, ന്യൂ ഇയർ. സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.